ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11 അധ്യായം 24 വാക്യം. അശുദ്ധാത്മാവിൻ്റെ തിരിച്ച് വരവ്. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ച് ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. അപ്പോൾ ഒരുത്തൻ ഒരു നല്ല ജീവിതമൊക്കെ നയിക്കാമെന്നൊക്കെ കരുതി അവൻ്റെ പാപങ്ങളെക്കുറിച്ചൊക്കെ പശ്ചാത്തപിച്ച് പറ്റുമെങ്കിൽ കുമ്പസാരിച്ച് ഒക്കെ ഒരുങ്ങി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവനിലെ അശുദ്ധാത്മാക്കളൊക്കെ ഒഴിക്കപ്പെടുന്നു. അവൻ വീണ്ടും നൈർമല്യമുള്ളവനാകുന്നു. പക്ഷേ അവനിൽ നിന്ന് പോയ അശുദ്ധാത്മാവ് അലഞ്ഞു നടന്ന് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം തിരിച്ചിവിടെ വന്ന് നോക്കുമ്പോൾ അത് അടിച്ചുവാരി വെടിപ്പാക്കിയിട്ടിരിക്കുന്ന ഒരിടമായി അവൻ്റെ മനസ്സിനെ കാണുന്നു. ഉടനെ അശുദ്ധാത്മാവ് പോയി തന്നേക്കാൾ ഭീകരരായ അല്ലെങ്കിൽ തന്നേക്കാൾ മോശക്കാരായ വേറെ 7 അശുദ്ധാത്മാക്കളെയും കൂടി കൂട്ടി വന്ന് ഇവിടെ വാസമുറപ്പിക്കുന്നു. അതോടുകൂടെ ആ മനുഷ്യന്റെ സ്ഥിതി പഴയതിനേക്കാൾ മോശമായി തീരുന്നു. ഇത് എല്ലാ വിശ്വാസികളും എല്ലാ ക്രിസ്തു അനുയായികളും അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് പള്ളിയിൽ പോയപ്പോൾ എന്നെ 2-3 പേരെന്നെ അടുത്ത് ചോദിച്ചു. കുറച്ച് നാളും പള്ളിയിൽ പോയില്ല, വിശുദ്ധ കുർബാന കാണാനായിട്ട് പോയില്ല. എല്ലാ ദിവസവും ഞാൻ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇപ്പോൾ കാണുന്നില്ലല്ലോ? അവിടുത്തെ അച്ഛനെൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം എന്താ കാണുന്നില്ലല്ലോ? അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നലെ ഒരാൾ കണ്ടപ്പോൾ കുറേ നാൾ ഇവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാനുള്ള സത്യം പറഞ്ഞു, സാത്താൻ്റെ ബന്ധനത്തിലായിരുന്നു. ഇനി വേറൊരു കാരണം കണ്ടുപിടിച്ച് പറയേണ്ട ആവശ്യമില്ല, സത്യം പറയാം. അപ്പം മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 5:30 മൊബൈലിൽ അലാം വയ്ക്കും, അലാം അടിക്കും. അപ്പം അലാം ഓഫ് ചെയ്യാനായിട്ട് മൊബൈൽ ഇങ്ങനെ കയ്യിലെടുക്കും. അപ്പം ഏതായാലും മൊബൈൽ എടുത്തതല്ലേ, അപ്പോൾ ഒന്ന് ഫേസ്ബുക്ക് വല്ലതൊക്കെ മോഡറേറ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഒരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ മോഡറേറ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. അറിയാലോ, പിന്നെ നമ്മളത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കൊന്ന് യൂട്യൂബിലൊന്ന് പോകും, അപ്പോഴേക്കൊന്ന് മെയിൽ ബോക്സിലോട്ടൊന്ന് പോകും, അപ്പോഴേക്കും പിന്നെ ക്ഷീണമായി വീണ്ടും ഉറങ്ങി, പള്ളിപ്പോക്ക് മുടങ്ങിപ്പോകും. അപ്പം സാത്താൻ വരുന്ന വരവുണ്ടോ, അവൻ്റെ ഒരു സ്ട്രാറ്റജി. മൊബൈലിൽ വെച്ച അലാം വഴി മൊബൈൽ നമ്മൾ കൈകൊണ്ട് എടുപ്പിച്ച് പള്ളി പോകണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് അലാം വെച്ച് കിടക്കും.
അപ്പോൾ നമുക്ക് അപ്പൊ ഇത് ഈ സാത്താനുണ്ടെന്നൊക്കെ പറയുന്നത് ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുകയാണല്ലോ. ഉണ്ട്. വളരെ അശുദ്ധാത്മാവെന്ന് പറയുന്ന സാധനം തീർച്ചയായും ഉണ്ട്. അപ്പൊ ഈ വിശുദ്ധ കുർബാന അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഞാൻ പോകാതിരുന്ന സമയങ്ങളിൽ എൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഭയങ്കര ക്ഷീണം, എപ്പോഴും ചുരുണ്ടുകൂടി കിടപ്പ്, ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിലും ശ്രദ്ധ നിൽക്കുന്നില്ല, ചെറിയ നിരാശ, വലിയ ആകാംക്ഷ. പക്ഷെ അതിനുശേഷം വീണ്ടും ആ വീണെടുത്ത് കിടന്ന് ഉരുളാതെ എണീറ്റ് വന്ന് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വീണ്ടും സ്ഥിരമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയും ഒക്കെ യോഗ്യതയോടുകൂടെ അതൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉഷാറായിരിക്കുന്നു. വീണ്ടും ഒത്തിരി എനർജി വീണ്ടും കർത്താവ് തന്നിരിക്കുന്നു. അപ്പൊ അശുദ്ധാത്മാവ് നമ്മളെ തളർത്തിയിടുകയാണ്. അപ്പൊ എൻ്റെ സ്ഥിതി ഇങ്ങനെയാവും. ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്. അടുത്ത് തന്നെ ഞാൻ വേറൊരു വ്യക്തിനെ കണ്ടു. പുള്ളി കഴിഞ്ഞ 1 വർഷമായിട്ട് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഒന്നും നടക്കാനും കൂടി പുറത്തേക്ക് പോകുന്നില്ല. അപ്പോ അങ്ങനെ ഇപ്പൊ ഒന്ന് പള്ളിയിൽ പോവും. അപ്പൊ അത് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഒരു ചാൻസ് എങ്കിലും ആവുമല്ലോ. പോയി ആൾക്കാരെ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതൊന്നും കേൾക്കാനുള്ളൊരു മനസ്ഥിതിയൊന്നുമില്ല. അപ്പൊ ആകെ ഒരു ഡിപ്രഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തളർച്ചകളും ഭാരങ്ങളും ഒക്കെ വരുന്ന സമയത്ത്, അതുപോലെ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല, ആ ഒരു ഭയങ്കര ക്ഷീണം, മടി, പ്രോക്കാസ്റ്റിനേഷൻ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതിനുള്ള മറുമരുന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് വീണ്ടും പറയുന്നു, മഹത്തായ ഭാഗ്യം. വിശുദ്ധ ലൂക്ക 11-ാം അധ്യായം 27-ാം വാക്യം. അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഞാനിതൊന്നും എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. വചനത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അശുദ്ധാത്മാവുണ്ട്. അശുദ്ധാത്മാവ് നമ്മിൽ വസിക്കാനായി ചാൻസ് നോക്കിയിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അശുദ്ധാത്മാവ് ആട്ടി പായിക്കപ്പെടുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് കുറയുന്ന സമയങ്ങളിൽ, നമ്മൾ പാപാവസ്ഥയിലേക്ക് നീങ്ങുന്ന അവസ്ഥകളിൽ, പ്രാർത്ഥന കുറയുന്ന സമയങ്ങളിൽ, ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്ന അവസരങ്ങളിൽ അശുദ്ധാത്മാവ് പല
പല സ്ട്രാറ്റജി, പല ടെക്നിക്കുകളിലൂടെയും നമ്മളിലേക്ക് കടന്നു പറ്റും. അപ്പോൾ അവൻ ഈ പുറത്ത് പോയവൻ തിരിച്ചു വരുമ്പോൾ കൂടുതൽ ശക്തിയോടെ ഗ്രൂപ്പായിട്ടാണ് വരിക. അപ്പോൾ ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, വചനം വായിക്കുക, വചനാധിഷ്ഠിതമായി ജീവിക്കുക, കൂദാശകൾ സ്വീകരിക്കുക, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. അപ്രകാരം നമുക്ക് ഈ ജീവിതം ധന്യമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.